ഈ സനൽ എന്ന് പറഞ്ഞ ആളെ ഉണ്ടെങ്കിൽ കുറേ പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. മഞ്ജു വാര്യറിന് തന്നെ ഇഷ്ടമെന്നുള്ള രീതിയിൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, എന്നെ ഇഷ്ടമാണ്. പക്ഷേ പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആൾക്കാർ അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് മാറ്റി പറയുന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് പോയപ്പോഴത്തേക്ക് അവസാനം ഉണ്ടെങ്കിൽ മഞ്ജു വാര്യർ തന്നെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ നാളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ അറിയേണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഞാൻ പറയുക എന്നുള്ള രീതിയിലായിരുന്നു ഈ സനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഓഡിയോ ഒക്കെ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് മഞ്ജു വാര്യർ ഒന്നും വോയിസോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. എന്തായിരുന്നാലും മഞ്ജു വാര്യർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സനലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന ഒരാൾ, അയാളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്ന സമയത്തുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ജുവിന് എന്നെ ഇഷ്ടമാണ്, അവളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നെ ഇഷ്ടമെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതുകൊണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ നിന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതോടെ തന്നെ ആ ആങ്കർ ചോദിക്കുന്നുണ്ട് ഇതേനെ കൊണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തോ പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഇതേ കണക്ക് കൊടുത്തിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ വരുത്തിയേക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് മഞ്ജു അല്ല കേസ് കൊടുത്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. എന്തായിരുന്നാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ ഒരാളുണ്ടെങ്കിൽ മഞ്ജു വാര്യറുടെ പേരും എടുത്ത് ഉപയോഗിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇയാളെ മെസ്സേജ് അയച്ച് പറ്റിക്കുകയാണ്. പാവം ഉണ്ടെങ്കിൽ അത് വിശ്വസിച്ച് സത്യമെന്ന് വിചാരിച്ചാണ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വേറൊരു കോപ്രായം സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.